നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാനവകുലത്തിന്റെ പാപവിമോചനത്തിനായി കാൽവറി മലയിൽ കുരിശുമരണം വരിച്ച മനുഷ്യപുത്രന്റെ ത്യാഗനിർഭരമായ സ്മരണകളിൽ ദേവാലയങ്ങളിൽ ദുഃഖവെള്ളി ആചരണം. 50 നോമ്പാചരണത്തിൽ ഓശാന ഞായറാഴ്ച മുതൽ ഉയിർപ്പ് തിരുനാൾ വരെയുള്ള വിശുദ്ധവാരത്തിലെ ഭക്തിനിർഭരവും വികാരഭരിതവുമായ തിരുക്കർമ്മങ്ങൾക്കാണ് ദുഃഖവെള്ളിയാഴ്ച ക്രൈസ്തവ സമൂഹം സാക്ഷ്യം വഹിച്ചത്. എരുവപ്പെട്ടി കാഞ്ഞിരക്കോട് സെന്ററിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച അപകടം. രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസാണ് കാറിലിടിച്ചത്. വാഹനങ്ങളുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ആവേശപൂർവ്വം അണ്ടത്തോട് നേർച്ച. 2 ദിവസങ്ങളിലായി നടന്ന അണ്ടത്തോട് കൊടിക്കുത്ത് ചന്ദനക്കുടം നേർച്ചയാഘോഷം സമാപിച്ചു. വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. ഗുരുവായൂർ ദേവസ്വത്തിലെ മധ്യമേഖലാ ക്ഷേത്രങ്ങൾക്കുള്ള ധനസഹായ വിതരണം ദേവസ്വം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. 662 ക്ഷേത്രങ്ങൾക്കായി നൽകിയത് 4.36 കോടിയുടെ ധനസഹായം. വാർത്തകൾ വിശദമായി. മാനവകുലത്തിന്റെ പാപവിമോചനത്തിനായി കാൽവറി മലയിൽ കുരിശുമരണം വരിച്ച മനുഷ്യപുത്രന്റെ ത്യാഗനിർഭരമായ സ്മരണകളിൽ ദേവാലയങ്ങളിൽ ദുഃഖവെള്ളി ആചരണം. 50 നോമ്പാചരണത്തിൽ ഓശാന ഞായറാഴ്ച മുതൽ ഉയിർപ്പ് തിരുനാൾ വരെയുള്ള വിശുദ്ധവാരത്തിലെ ഭക്തിനിർഭരവും വികാരഭരിതവുമായ തിരുക്കർമ്മങ്ങൾക്കാണ് ദുഃഖവെള്ളിയാഴ്ച ക്രൈസ്തവ സമൂഹം സാക്ഷ്യം വഹിച്ചത്. അന്ത്യത്താഴദിനമായ പെസഹ ആചരണത്തിനു പിന്നാലെ പീഠാനുഭവ സ്മരണയിലാണ് ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചത്. ശിഷ്യന്മാരുടെ കാൽ കഴുകി എളിമയുടെ മാർഗം പഠിപ്പിച്ചതിനെ അനുസ്മരിച്ച് ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷയും ക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തെ അനുസ്മരിക്കുന്ന പ്രാർത്ഥനകളും കുർബാന സ്ഥാപിച്ചതിന്റെ ഓർമ്മ പുതുക്കി ദിവ്യകാരുണ്യ ആരാധനയും നടന്നു. ഒരു പകൽ മുഴുവൻ നീളുന്ന തിരുകർമ്മങ്ങളാണ് ദുഃഖവെള്ളി ദിനത്തിൽ നടന്നത്. ക്രിസ്തു കുരിശിലേറിയതിന്റെ ഓർമ്മകളുമായി ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴിയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. തുടർന്ന് ഭവനങ്ങളിൽ പ്രത്യേകമായ പ്രാർത്ഥനകളിലേക്ക് വിശ്വാസി സമൂഹം കടന്നു. ശനിയാഴ്ച അർദ്ധരാത്രിയോടെ പ്രത്യാശയുടെ ഉത്ഥാന തിരുനാളിന് തുടക്കം കുറിച്ച് ദേവാലയങ്ങളിൽ തിരുകർമ്മങ്ങൾ ആരംഭിക്കും. ഞായറാഴ്ച പുലർച്ചെയോടെ ഉയിർപ്പിന്റെ തിരുകർമ്മങ്ങൾ അവസാനിക്കുന്നതോടെ 50 ദിവസം നീണ്ട വലിയ നോമ്പാചരണത്തിന് സമാപനം കുറിച്ച് ഈസ്റ്ററിന്റെ ആഘോഷത്തിലേക്ക് വിശ്വാസികൾ പ്രവേശിക്കും. ക്രിസ്തുവിന്റെ പീഡാനുഭവ വാര സമാപനത്തിന്റെ ഭാഗമായി കുന്നംകുളം YMC ഒരുക്കുന്ന ഗാനസന്ധ്യ ശനിയാഴ്ച നടക്കും. YMC ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 6 മണിക്ക് സംഗീത വിരുന്ന് ആരംഭിക്കും. കഠിനമായ വ്യതകളിലൂടെ കടന്നുപോയ ക്രിസ്തു യേശുവിന്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് ഗായക സംഘം ആലപിക്കും. കുന്നംകുളം മാർത്താറ്റ് മാർ തോമസ് സിറിയൻ പള്ളി വികാരി റവറൻ കോശി കുര്യൻ പ്രബോധനം നിർവഹിക്കും. ലോകമെമ്പാടും ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്തുവിന്റെ ക്രൂശീകരണം അനുസ്മരിക്കുന്ന വേളയിൽ ക്രിസ്തീയ സംഗീത രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പഴഞ്ഞി സ്വദേശി ടിന ജസ്റ്റിൻ എഴുതി ആലപിച്ച കുരിശിലെ ജയോത്സവം എന്ന ക്രിസ്തീയ ആൽബം ശ്രദ്ധേയമായി. വർഗീസ് ജോർജ് ഈണവും ഓർക്കസ്ട്രേഷൻ കുക്കു വിനോദുമാണ് നിർവഹിച്ചത്. സ്കൂൾ കലാതിലകവും തൃശൂർ ജില്ലയിൽ 2025 മികച്ച വനിതാ സംരംഭക അവാർഡ് ജേതാവ് കൂടിയാണ് ടിന. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനറും പഴഞ്ഞി ഇമ്മാനുവൽ മർത്തോമ പള്ളി ട്രസ്റ്റിയുമായ ഭർത്താവ് ജസ്റ്റിൻ പോളും മക്കളായ ജോവാന എലിസബത്തും ജോഹാൻ പോളും ജോൺ മോഹനും മികച്ച പിന്തുണയുമായി ടിനയ്ക്കൊപ്പമുണ്ട്. ദുഃഖവെള്ളി ദിനത്തിൽ വിവിധ ദേവാലയങ്ങളിലായി നടന്ന പ്രത്യേക പ്രാർത്ഥനകളുടെയും നഗരികാണിക്കൽ ചടങ്ങിന്റെയും വിശദാംശങ്ങളടങ്ങിയ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഈ വാർത്തയ്ക്ക് ശേഷം സംപ്രേഷണം ചെയ്യും. മറ്റു വാർത്തകൾ. ഗുരുവായൂർ ദേവസ്വം മധ്യമേഖലാ ക്ഷേത്ര ധനസഹായ വിതരണം മന്ത്രി VN വാസവൻ നിർവഹിച്ചു. 662 ക്ഷേത്രങ്ങൾക്ക് 4.36 കോടിയുടെ ധനസഹായമാണ് നൽകിയത്. വരുമാനം കുറഞ്ഞ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്ന ഗുരുവായൂർ ദേവസ്വം ഏറ്റവും അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. 3 നിലകളിലായി 5 കോടി രൂപ മുടക്കി ആധുനിക സംവിധാനങ്ങളോടുകൂടി മനോഹരമായ ഒരു ഗോശാല നിർമ്മിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അതിന് 65 ലക്ഷം രൂപ മുടക്കി
60 ഗോക്കളെ കൂടി ആ ഗോശാലയിലേക്ക് തന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഒപ്പം അടുത്ത 2 വർഷക്കാലത്തെ അതിൻ്റെ എല്ലാ തരത്തിലുള്ള ശ്രദ്ധാപൂർവമായ പ്രവർത്തനങ്ങൾ പ്രതിഫലം കൂടാതെ ആ ട്രസ്റ്റ് നിർവഹിക്കും എന്ന് പറയുന്നതും നിശ്ചയമായി ആ ട്രസ്റ്റിന്റെ ഭാരവാഹികളെ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കുക. ദേവസ്വം ഗോശാലയുടെ ഉദ്ഘാടനവും തെക്കേനടയിൽ നിർമ്മിക്കുന്ന പുതിയ നടപ്പന്തലിന്റെ ശിലാസ്ഥാപനവും മന്ത്രി നിർവഹിച്ചു. ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ അധ്യക്ഷനായി. എൻ.കെ. അക്ബർ എം.എൽ.എ. വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. നഗരസഭാ കൗൺസിലർ ശോഭ ഹരിനാരായണൻ, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ സി. മനോജ് സ്വാഗതവും മനോജ് ബി. നായർ നന്ദിയും പറഞ്ഞു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ.പി. വിനയൻ ചടങ്ങിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗോശാല നിർമ്മിച്ചു നൽകിയ എ.വി. മാണിക്യം ട്രസ്റ്റ് ഡയറക്ടർ ഹരി ശരവണൻ, ഗോശാലയുടെ നിർമ്മാണ പ്രവൃത്തി കരാറെടുത്ത ലാൻഡ്മാർക്ക് ബിൽഡേഴ്സിനു വേണ്ടി ശ്രീനിവാസൻ, നടപ്പന്തൽ നിർമ്മിച്ചു നൽകുന്ന ശ്രീ ഗുരുവായൂരപ്പ ഭക്ത സേവാ സംഘം പ്രസിഡന്റ് മണി ചന്ദ്രൻ, ശ്രീരംഗമണി എന്നിവരെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു. എറണാകുളം, തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ 662 ക്ഷേത്രങ്ങൾക്കായി 4,36,35,000 രൂപയുടെ ധനസഹായമാണ് ചടങ്ങിൽ നൽകിയത്. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് സെന്ററിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച അപകടം. രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസാണ് കാറിലിടിച്ചത്. വടക്കാഞ്ചേരി കുന്നംകുളം റോഡിൽ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് അപകടം. പുന്നൂർക്കുളത്ത് നിന്ന് രോഗിയുമായി പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ആംബുലൻസ് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കാറിന്റെ പിന്നിൽ ഇടിക്കുകയായിരുന്നു. ആംബുലൻസിനും കാറിനും കാര്യമായി കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും വാഹനങ്ങളിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ആംബുലൻസിൽ ഉണ്ടായിരുന്ന രോഗിയെ ആക്സിഡന്റ് ആംബുലൻസിൽ മാറ്റി കയറ്റി കൊണ്ടുപോയി. ഈ സമയം ഇതുവഴി പോവുകയായിരുന്ന കുന്നംകുളം എം.എൽ.എ. എ.സി. മൊയ്തീൻ അപകട സ്ഥലത്ത് ഇറങ്ങുകയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡിന്റെ പുനർനിർമ്മാണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ ഒപ്പുശേഖരണവും പ്രതിഷേധവും ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ നാടകമാണെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി.എസ്. പുരുഷോത്തമൻ പറഞ്ഞു. റോഡ് BMBC നിലവാരത്തിൽ നിർമ്മിക്കുന്നതിനു വേണ്ടി 3.5 കോടി രൂപ എ.സി. മൊയ്തീൻ എം.എൽ.എ. വകയിരുത്തിയിട്ടുണ്ട്. ഇതിനുവേണ്ടി എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ നടപടികളിലേക്ക് കടക്കാനിരിക്കുകയാണ്. നിലവിൽ റോഡരികിൽ കാനകീറി ജൽജീവൻ പദ്ധതിയുടെ പൈപ്പിടൽ നടക്കുന്നുണ്ട്. ഇത് പൂർത്തിയാക്കിയാൽ നിർമ്മാണത്തിനാവശ്യമായ നടപടികളിലേക്ക് കടക്കും. വെള്ളർക്കാട് സബ് സെന്റർ നിർമ്മാണോദ്ഘാടനത്തിൽ എം.എൽ.എ. ഇക്കാര്യം പ്രഖ്യാപിച്ചിരുന്നു. അന്ന് യോഗത്തിൽ പങ്കെടുത്ത പ്രദേശത്തെ കോൺഗ്രസ് വാർഡ് മെമ്പറും കോൺഗ്രസ് നേതാക്കളും ഇത് കേട്ടിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനിരിക്കെ തങ്ങളുടെ സമരത്തിന്റെ ഭാഗമായിട്ടാണെന്ന് വരുത്തി തീർക്കുന്നതിനു വേണ്ടിയാണ് കോൺഗ്രസ് സമരാഭാസം നടത്തുന്നതെന്നും പ്രദേശത്തെ പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസ് വാർഡ് മെമ്പർ ഈ കാലയളവിനുള്ളിൽ ഒരു തവണ പോലും ഈ റോഡിൽ നിർമ്മാണത്തിനാവശ്യമായ പദ്ധതിക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ലെന്നും പി.എസ്. പുരുഷോത്തമൻ പറഞ്ഞു. അത് ഒരു രാഷ്ട്രീയ നാടകം അല്ലെങ്കിൽ ഒരു കപട സമരമായിട്ടാണ് പറയാനുള്ളത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമരമുറ എന്ന രീതിയിലാണ് പറയാനുള്ളത്. കഴിഞ്ഞ സബ് സെന്റർ നിർമ്മാണ ഉദ്ഘാടനത്തിൽ കുന്നംകുളം എം.എൽ.എ. എ.സി. മൊയ്തീൻ 3,54,00,000 രൂപ പാസ്സായതായും ആ ജൽജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈനിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം ഈ പണി ആരംഭിക്കാനുള്ള അതിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് നീങ്ങുമ്പോഴാണ് കോൺഗ്രസിൻ്റെ ഈ ആഭാസ സമരം. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ രീതിയിലുള്ള സമരങ്ങളെ ജനങ്ങൾ തള്ളിക്കളയണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഹൃദയാഘാതം മൂലം യുവാവ് മരിച്ചു. പുലിയന്നൂർ മാടശ്ശേരി കിഴക്കൂട്ട് പരേതനായ ശശീധരൻ നായരുടെ മകൻ അപ്പു എന്ന് വിളിക്കുന്ന 26 വയസ്സുള്ള ശരത്താണ് മരിച്ചത്. കേച്ചേരിയിൽ കൊറിയർ സർവീസിൽ ജോലിക്കാരനായിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ ജോലി സംബന്ധമായി ബാങ്കിലേക്ക് പോകുന്ന വഴിയിൽ നെഞ്ചുവേദന അനുഭവപ്പെടുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. ചികിത്സയിലിരിക്കെ രാത്രിയോടെ മരണം സംഭവിച്ചു. ശോഭന മാതാവും ശരണ്യ സഹോദരിയുമാണ്. സംസ്കാരം നടത്തി. മന്ദലാംകുന്ന് ബീച്ചിൽ പുന്നയൂർ പഞ്ചായത്ത് ഭരണസമിതി നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള MCF-നെതിരെ കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാലയും ഐക്യദാർഢ്യ പ്രതിജ്ഞയും നടത്തി. മന്ദലാംകുന്ന് സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പന്തംകുളത്തി പ്രകടനം ബീച്ചിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ഐക്യദാർഢ്യ പ്രതിജ്ഞാ സദസ്സ് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും DCC ജനറൽ സെക്രട്ടറിയുമായ MV ഹൈദരാലി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുനാഷ് മച്ചിങ്ങൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായി ഉമ്മർ മുക്കണ്ടത്ത്, വാർഡ് മെമ്പർ അസീസ് മന്ദലാംകുന്ന്, CV സുരേന്ദ്രൻ, PK ഹസൻ, RV മുഹമ്മദ് കുട്ടി, PM സെയ്തലവി, KK ഷുക്കൂർ തുടങ്ങിയവർ സംസാരിച്ചു. KK അക്ബർ സ്വാഗതവും നിഷിത നന്ദിയും പറഞ്ഞു. വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഗുരുവായൂർ നിയോജക മണ്ഡലം തല വിജ്ഞാന കൗൺസിൽ യോഗം നടന്നു. ഗുരുവായൂർ MLA NK അക്ബറിന്റെ അധ്യക്ഷതയിൽ ചാവക്കാട് PWD റെസ്റ്റ് ഹൌസിലായിരുന്നു യോഗം. മണ്ഡലത്തിലെ ഗുരുവായൂർ ചാവക്കാട് നഗരസഭയിലെയും
6 ഗ്രാമപഞ്ചായത്തുകളിലെയും ചാവക്കാട്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും അധ്യക്ഷർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ, സെക്രട്ടറിമാർ എന്നിവർ വിജ്ഞാന കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തു. ഏപ്രിൽ 26-ന് തൃശൂരിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ജോബ് ഫെയറിലേക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്നും നഗരസഭയിൽ നിന്നും തൊഴിൽ അന്വേഷകരെ പങ്കെടുപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചുവരുന്നതായും വാർഡ് തലത്തിൽ റിസോഴ്സ് പേഴ്സൺമാരെ പ്രയോജനപ്പെടുത്തി രജിസ്ട്രേഷൻ നടപടികളും തൊഴിലിനുള്ള അപേക്ഷ സമർപ്പിക്കുന്ന നടപടികളും സ്വീകരിച്ചു വരുന്നതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും നഗരസഭാ ചെയർപേഴ്സൺമാരും യോഗത്തിൽ അറിയിച്ചു. പട്ടികജാതിക്കാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ഇടയിൽ ജോബ് ഫെയർ സംബന്ധിച്ച് പ്രത്യേക രജിസ്ട്രേഷൻ നടത്തി തൊഴിൽമേളയിൽ പങ്കെടുപ്പിക്കുന്നതിന് MLA നിർദ്ദേശം നൽകി. തൊഴിൽമേളയിൽ പങ്കെടുക്കുന്നവർക്ക് ആത്മവിശ്വാസം നൽകുന്നതിനും ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യത്തിനുമായി ഗ്രാമപഞ്ചായത്ത് തലത്തിലും നഗരസഭാ തലത്തിലും പ്രത്യേക ഓറിയന്റേഷൻ ക്ലാസുകൾ നേരിട്ടും ഓൺലൈനായി നടത്തുന്നതിന് ഫെസിലിറ്റേറ്റർമാരെ നിയോഗിച്ചിട്ടുള്ളതായും ജോബ് ഫെയറിൽ പങ്കെടുക്കുന്നവർ പ്രസ്തുത ക്ലാസുകളിൽ പങ്കെടുക്കുന്നതിനുള്ള നടപടികൾ തദ്ദേശ സ്വയംഭരണ തലത്തിൽ ഉണ്ടാകണമെന്നും ജില്ലാ കോർഡിനേറ്റർ ജ്യോതിഷ് കുമാർ യോഗത്തെ അറിയിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TV സുരേന്ദ്രൻ, ബിന്ദു സുരേഷ്, ജാസ്മിൻ ഷഹീർ, NMK നബീൽ, വിജിത സന്തോഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർ, തൊഴിൽമേളയുമായി ബന്ധപ്പെട്ട റിസോഴ്സ് പേഴ്സൺമാർ തുടങ്ങിയവർ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തു. 2 ദിവസങ്ങളിലായി നടന്ന അണ്ടത്തോട് കൊടികുത്ത് ചന്ദനക്കുടം നേർച്ചയാഘോഷം സമാപിച്ചു. വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്ന ആഘോഷങ്ങളിൽ പങ്കെടുത്തത് ആയിരങ്ങളായിരുന്നു. വർഷം തോറും നടത്തിവരാറുള്ള അണ്ടത്തോട് ദർഗാ ഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹയാത്തുൽ ഔലിയയുടെ ആണ്ടുനേർച്ചയാണ് ബുധൻ, വ്യാഴം ദിവസങ്ങളിലായി ആഘോഷിച്ചത്. ബുധനാഴ്ച വൈകിട്ട് പെരിയമ്പലം ബീച്ചിൽ നിന്ന് അബാജ ഫെസ്റ്റിൻ്റെയും തങ്ങൾപ്പടിയിൽ നിന്ന് ക്രസന്റ് ഫെസ്റ്റിൻ്റെയും കാഴ്ചകൾ പുറപ്പെട്ട് രാത്രി 11 മണിയോടുകൂടി ജാറം അങ്കണത്തിലെത്തി സമാപിച്ചു. വ്യാഴാഴ്ച രാവിലെ അണ്ടത്തോട് ബീച്ച് പരേതനായ ചാലിൽ സുലൈമാന്റെ വീട്ടിൽ നിന്നും കൊടിയേറ്റ കാഴ്ച ചന്ദനക്കുടവുമായി 12 മണിക്ക് പള്ളിയിലെത്തി പട്ടിക്കാട് മുഹമ്മദ് മുസ്ലിയാർ കൊടിയേറ്റം നടത്തി. തുടർന്ന് വൈകിട്ട് 5 മണി മുതൽ 11ഓളം ക്ലബ്ബുകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ കാഴ്ച ആരംഭിച്ചു. അകലാട് മൂന്നൈനി മുതൽ പാലപ്പെട്ടി വരെയും തൃപ്പറ്റ്, നാക്കോല, കിഴക്കൻ മേഖലയിൽ നിന്നുമായി 11 കാഴ്ചകളുണ്ടായി. അകലാട് യൂത്ത് കാർണിവൽ മൂന്നൈനിയുടെ കാഴ്ച പുലർച്ചെ 3 മണിക്ക് ജാറമംഗണത്തിലെത്തിയതോടെ നേർച്ചയ്ക്ക് സമാപനമായി. വൈവിധ്യമാർന്ന വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി 10ഓളം പേരുകേട്ട ഗജവീരന്മാർ നേർച്ചയിൽ അണിനിരന്നു. ആമ്പാടി ബാലൻ, പുതുപ്പള്ളി കേശവൻ, പുതുപ്പള്ളി സാധു, അക്രമേൽ മോഹനൻ തുടങ്ങി പേരുകേട്ട ഗജവീരന്മാരാണ് കാഴ്ചകളിൽ അണിനിരന്നത്. വടക്കേക്കാട് SHO അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയത്. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ചാലിൽ ഇസഹാക്കിന്റെ നേതൃത്വത്തിൽ നേർച്ചയാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. ലൈഫ് കെയർ, വി കെയർ, ക്രിയേറ്റീവ്, അണ്ടത്തോട് ഡ്രൈവേഴ്സ് യൂണിയൻ തുടങ്ങി ആംബുലൻസ് പ്രവർത്തകരുടെ സേവനവും ഒരുക്കിയിരുന്നു. ലോക പൈതൃക ദിനത്തിന്റെ ഭാഗമായി പൈതൃകം ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും സമാദരണവും നടത്തി. ഗുരുവായൂർ EMS നഗറിൽ സംഘടിപ്പിച്ച സംഗമം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് P. രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ഈ വർഷത്തെ പൈതൃക പുരസ്കാരം പ്രശസ്ത തായമ്പക മേള പ്രമാണിയും കക്കാട് വാദികലാക്ഷേത്രം പ്രിൻസിപ്പാളുമായ കക്കാട് രാജപ്പൻ മാരാർക്കും പ്രത്യേക പുരസ്കാരം തുള്ളൽ തിലകം കേരളശ്ശേരി പ്രഭാവതിക്കും സമ്മാനിച്ചു. കേരള ആരോഗ്യ സർവകലാശാല നടത്തിയ MD കമ്മ്യൂണിറ്റി മെഡിസിൻ പരീക്ഷയിൽ 1ാം റാങ്ക് സ്വന്തമാക്കിയ ഡോക്ടർ ഗായത്രി PS-നെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് കലാമണ്ഡലം ഷാലിമയുടെ മോഹിനിയാട്ടവും പൈതൃകം സാരഥികളുടെ പഞ്ചാരി മേളവും പൈതൃകം കലാക്ഷേത്ര ഭജനസമിതി അവതരിപ്പിച്ച ഭജനയുമുണ്ടായി. കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, വൈസ് പ്രസിഡന്റ് K. സുരേഷ് കുറുപ്പ്, സെക്രട്ടറി മധു K. നായർ, ട്രഷറർ K. വേലായുധൻ, കൺവീനർമാരായ മണലൂർ ഗോപിനാഥ്, K. മോഹനകൃഷ്ണൻ, ജയൻ K. മേനോൻ, രവീന്ദ്രൻ വട്ടരങ്ങത്ത്, ഹരിദാസ് കൂളവിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള അരിയന്നൂർ ശ്രീ ഹരികന്യക ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ഗ്രാമബലിയും പള്ളിവേട്ടയും നടന്നു. ഉത്സവത്തിന്റെ 14ാം ദിവസമായ വ്യാഴാഴ്ച വൈകിട്ട് അഷ്ടപതി, നാദസ്വരം, കേളി, കുഴൽപ്പറ്റ്, കളമെഴുത്തുപാട്ട് എന്നിവയ്ക്ക് ശേഷം രാത്രി 8-ന് ഗ്രാമബലിയും 10 മണിക്ക് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പള്ളിവേട്ട എഴുന്നള്ളിപ്പുമുണ്ടായി.
മേളത്തിന്റെ അകമ്പടിയോടെ പക്ഷിമൃഗാദികളുടെ വേഷമണിഞ്ഞ് ഭക്തജനങ്ങൾ പള്ളിവേട്ടയിൽ പങ്കാളികളായി. രാത്രി 1 മണിയോടെ പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളിയതിനു ശേഷം പള്ളിക്കുറുപ്പ് ചടങ്ങുകൾ നടന്നു. ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകൾ സമാപന ദിവസമായ വെള്ളിയാഴ്ച വൈകിട്ടാണ് നടക്കുക. ഉത്സവത്തിനോടനുബന്ധിച്ച് വൈകിട്ട് 6:30 ആചാരത്തിന്റെ ഭാഗമായുള്ള വേലയും നടക്കും. ഉത്സവത്തിനോടനുബന്ധിച്ച് ക്ഷേത്രമൈതാനിയിലെ വേദിയിൽ വിവിധ ദിവസങ്ങളിലായി തിരുവാതിരക്കളി, ക്ലാസിക്കൽ ഡാൻസ്, സെമി ക്ലാസിക്കൽ ഡാൻസ്, കരോക്കെ ഗാനമേള, കൈകൊട്ടിക്കളി, ഓട്ടൻതുള്ളൽ, കോൽ തിരുവാതിര, ചാക്യാർകൂത്ത്, അങ്കണവാടി വിദ്യാർത്ഥികളുടെയും നാട്ടിലെ കുട്ടികളുടെയും കലാപരിപാടികൾ തുടങ്ങിയവയും അരങ്ങേറിയിരുന്നു. അരിയന്നൂർ ശ്രീ ഹരികന്യക ഭഗവതി ക്ഷേത്രത്തിലെ ക്ഷേത്രോത്സവത്തിന്റെ പ്രസാദ ഊട്ടിന് വൻ ഭക്തജന തിരക്ക്. ഏപ്രിൽ 4-ന് ക്ഷേത്രോത്സവം ആരംഭിച്ച് വെള്ളിയാഴ്ച ആറാട്ടോടെ സമാപിക്കും വരെയുള്ള ദിവസങ്ങളിൽ ഭക്തജനങ്ങൾക്കായി വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് വിളമ്പിയത്. ദേവസ്വം ഓഫീസിനോട് ചേർന്നുള്ള ഊട്ടുപുരയിൽ ദിവസവും നിരവധി ഭക്തരാണ് പ്രസാദ ഊട്ടിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നത്. പല ദിവസങ്ങളിലും ഭക്ഷണം കഴിക്കാനെത്തിയവരുടെ നീണ്ട നിരയും ദൃശ്യമായിരുന്നു. ഉത്സവത്തിന്റെ സമാപന ദിവസമായ വെള്ളിയാഴ്ച പാൽപ്പായസത്തോടു കൂടിയുള്ള സദ്യയാണ് വിളമ്പിയത്. ചോറിനൊപ്പം സാമ്പാർ, അച്ചാർ, പുളിയിഞ്ചി, കാളൻ, അവിയൽ, തോരൻ, ഓലൻ, കൂട്ടുകറി, പപ്പടം എന്നീ വിഭവങ്ങളടക്കമുള്ള സദ്യയായിരുന്നു വെള്ളിയാഴ്ച വിളമ്പിയത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഭക്ഷണം തയ്യാറാക്കിയിരുന്ന ഗുരുവായൂർ കൃഷ്ണൻ സ്വാമിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രുചികരമായ ഭക്ഷണം ഒരുക്കിയത്. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ഏപ്രിൽ 24-ന് സംയുക്ത മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ റാലി വിജയിപ്പിക്കാൻ വേണ്ടി വടക്കേക്കാട് സംഘാടക സമിതി യോഗം ചേർന്നു. വൈകിട്ട് 4-ന് വന്നേരി പാലസ് ഗ്രൗണ്ടിൽ നിന്ന് റാലി ആരംഭിച്ച് വടക്കേക്കാട് TMK റീജൻസിയിൽ സമാപിക്കും. വടക്കേക്കാട് പുന്നിയൂർക്കുളം മേഖലയിലെ 30ഓളം മഹല്ലുകൾ ഉൾപ്പെട്ട സംയുക്ത മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ യോഗമാണ് വടക്കേക്കാട് MNT ഓഡിറ്റോറിയത്തിൽ ചേർന്നത്. പ്രാർത്ഥനയോടെ ആരംഭിച്ച യോഗത്തിന് സുന്നി മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ മൂത്തേടത്ത് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ പറയങ്ങാട്ടിൽ കുഞ്ഞുമൈദു, കുന്നുങ്കാട്ടിൽ അബൂബക്കർ, ഹുസൈൻ കൊച്ചന്നൂർ, ഫൈസൽ കുഴിങ്ങര, റസാഖ് കൊച്ചന്നൂർ, ഫാറൂഖ് പരൂർ, മുഹമ്മദ് അലി വടക്കേക്കാട്, യൂസഫ് അവിയൂർ തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി അറക്കൽ അബ്ദുൽ ഗഫൂർ സ്വാഗതവും വളണ്ടിയർ ക്യാപ്റ്റൻ അസീസ് പരൂർ നന്ദിയും പറഞ്ഞു. പുന്നിയൂർക്കുളം ചമ്മന്നൂർ മാഞ്ചിറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന പ്രസാദ ഊട്ടിനായി ഇല്ലം നിറയും സമർപ്പണവും നടന്നു. ശനിയാഴ്ച രാവിലെ 8:30 വേല മഹോത്സവത്തിന്റെ ഭാഗമായി കൊടിയേറ്റം നടത്തിയാണ് ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിക്കുക. ക്ഷേത്ര മേൽശാന്തി നാരായണൻകുട്ടി കരുമത്രയുടെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകൾക്കു ശേഷം പ്രസിഡന്റ് ശിവദാസൻ പരത്തിവളപ്പിൽ കൊടിയേറ്റം നിർവഹിക്കും. തുടർന്ന് ഏപ്രിൽ 29 വരെ കാലത്ത് 8 മണി മുതൽ 10 മണി വരെ എല്ലാ ഭക്തജനങ്ങൾക്കും കഞ്ഞിയും പുഴുക്കും, ഉച്ചയ്ക്ക് 12 മുതൽ 1:30 വരെ പ്രസാദ ഊട്ടും ഒരുക്കിയിട്ടുണ്ട്. പ്രസാദ ഊട്ട് ജനകീയമാക്കുന്നതിന്റെ ഭാഗമായാണ് ക്ഷേത്രവേല ഉത്സവത്തിന് ആദ്യമായി ഇല്ലനിറയും സമർപ്പണവും നടത്തിയത്. ദേശത്തിലെ വിവിധ കർഷക കുടുംബങ്ങളിൽ നിന്നും എത്തിച്ച പച്ചക്കറി വസ്തുക്കളാണ് ഇല്ലനിറയ്ക്ക് കൂടുതലായും എത്തിയത്. ക്ഷേത്രം ശാന്തി ശശിധരൻ ഭട്ടതിരിപ്പാട് പൂജകൾക്ക് കാർമ്മികത്വം വഹിക്കും. ഭാരവാഹികളായ സെക്രട്ടറി സുരേഷ് ബാബു പാലയ്ക്കൽ, പ്രസിഡന്റ് ശിവദാസൻ പരത്തിവളപ്പിൽ, വൈസ് പ്രസിഡന്റ് പുഷ്പാകരൻ പാറക്കാട്ട്, സുനിൽ പാറക്കാട്ട്, വിജയൻ പരത്തിവളപ്പിൽ എന്നിവരും മറ്റു ക്ഷേത്രം ഭാരവാഹികളും പരിപാടികൾക്ക് നേതൃത്വം നൽകി. വികസന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടുമായി വീടുകളിലെത്തി ഗുരുവായൂർ നഗരസഭയിൽ 27-ാം വാർഡ് കൗൺസിലർ VK സുജിത്ത് വാർഡിലെ എല്ലാ കുടുംബങ്ങൾക്കും കൗൺസിലറുടെ കൈനീട്ടമായി ക്ലോക്കും സമ്മാനിച്ചു. സിനിമാ സീരിയൽ നടി രശ്മി സോമൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കൗൺസിലർ VK സുജിത്ത് അധ്യക്ഷത വഹിച്ചു. നവതിയുടെ നിറവിലെത്തിയ ചാലക്കൽ ജെയിംസ് മാസ്റ്ററെ പൊന്നാട ചാർത്തി ആദരിച്ചു. കോർഡിനേറ്റർ ബാലൻ വാർനാട്ട് ആമുഖ പ്രസംഗം നടത്തി. ശശി വാർനാട്ട്, PI ലാസർ, V ബാലകൃഷ്ണൻ നായർ, മേഴ്സി ജോയ്, V മോഹൻദാസ്, മുരളി വടക്കൂട്ട്, വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു. മികച്ച വികസന പദ്ധതികളാണ് കഴിഞ്ഞ 5 വർഷ കാലയളവിൽ നടപ്പിലാക്കിയതെന്നും വാർഡിൽ നിന്ന് നല്ല പിന്തുണ ലഭിച്ചുവെന്നും കൗൺസിലർ സുജിത്ത് പറഞ്ഞു. നീണ്ടകാലത്തെ സംഘർഷഭരിതമായ രാഷ്ട്രീയ പൊതുപ്രവർത്തനത്തിൽ അർഹതയ്ക്കുള്ള അംഗീകാരമായി കുന്നംകുളത്തെ പൊതുപ്രവർത്തന രംഗത്തെ സജീവ സാന്നിധ്യമായ M ബാലാജി CPM ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക്. കുന്നംകുളം ഏരിയ സെക്രട്ടറിയായും കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റായും കടവലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായും പ്രവർത്തിച്ച ബാലാജി ഏറ്റവും മികച്ച കർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് കൂടിയാണ്. വർഷങ്ങൾക്ക് മുൻപ് ചെയ്യാത്ത രാഷ്ട്രീയ കൊലപാതക കേസിൽ ഗൂഢാലോചന കുറ്റമാരോപിച്ച് സുപ്രീംകോടതി വിധിയെ തുടർന്ന് ജയിലിൽ അടയ്ക്കപ്പെട്ട M ബാലാജി പിന്നീട് ജയിൽ മോചിതനായ ശേഷം വീണ്ടും പൊതുപ്രവർത്തന രംഗത്ത് സജീവമാവുകയായിരുന്നു. ജനങ്ങളുമായി അടുത്തിടപഴകുന്ന ബാലാജിയുടെ കാർഷിക പ്രവർത്തനം നേരിൽ കണ്ടുപഠിക്കാൻ വിദ്യാർത്ഥികളും രാഷ്ട്രീയ ആത്മീയ നേതാക്കന്മാരും മെത്രോപൊലിത്തയടക്കമുള്ളവർ നിത്യസന്ദർശകരാണ്. കർഷക സംഘം നേതാവായ M ബാലാജി തൻ്റെ കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറി ഉൽപ്പന്നങ്ങൾ സാധാരണക്കാരനെ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കാനുള്ള
കർഷകന്റെ കട എന്ന പേരിലുള്ള പച്ചക്കറി കടയും നടത്തുന്നുണ്ട്. തുടർന്നുള്ള കാലഘട്ടത്തിലും ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നാണ് കുന്നംകുളത്തുകാരുടെ വിശ്വാസം. ബാലാജിയെ കൂടാതെ SC/ST കമ്മീഷൻ അംഗം TK വാസുവും നിലവിൽ കുന്നംകുളത്തുനിന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിലുണ്ട്. കുന്നംകുളത്തുനിന്ന് 2 നേതാക്കൾ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളാകുന്നത് കുന്നംകുളത്തെ CPM പ്രവർത്തകർക്ക് അഭിമാനിക്കാവുന്നതാണ്. വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മന്ദലാകുന്ന് മേഖലയിൽ മഹല്ല മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ ഞായറാഴ്ച സംഘടിപ്പിക്കുന്ന ബഹുജന റാലിയും പൊതുസമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി സംഘാടക സമിതി യോഗം ചേർന്നു. ഞായറാഴ്ച വൈകിട്ട് 4:30 മന്ദലാകുന്ന് ജോമസിന്റെ പരിസരത്ത് നിന്ന് റാലി ആരംഭിക്കും. തുടർന്ന് അണ്ടത്തോട് നടക്കുന്ന പൊതുസമ്മേളനം പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും വാഗ്മിയുമായ അലിയാർ ഖാസിമി ഉദ്ഘാടനം ചെയ്യും. മന്ദലാകുന്ന് നൂറുദ്ദീൻ മദ്രസയിൽ നടത്തിയ യോഗത്തിന് മന്ദലാകുന്ന് മഹല്ല പ്രസിഡന്റ് AM അലാവുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. അണ്ടത്തോട് മഹല്ല സെക്രട്ടറി മായിൻകുട്ടി, ട്രഷറർ അബ്ദുസമദ് അണ്ടത്തോട്, ഹംസ താഹപ്പള്ളി, രജിസ്റ്റർ ഓഫീസ് മഹല്ല പ്രസിഡന്റ് അബ്ദു, റിഫായിൻ മസ്ജിദ് പ്രസിഡന്റ് MA ഹനീഫ, ബക്കർ പാപ്പാളി, സിറാജുദ്ദീൻ, കമാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ജനറൽ കൺവീനർ യഹിയ മന്ദലാകുന്ന് സ്വാഗതവും മഹല്ല സെക്രട്ടറി MK അബൂബക്കർ നന്ദിയും പറഞ്ഞു. കടവല്ലൂർ പഞ്ചായത്തിലെ പരുവക്കുന്ന് വാർഡ് കുടുംബശ്രീ ADS വാർഷികം ആഘോഷിച്ചു. ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശവുമായി അക്കികാവ് അബിൻജി ആർട്സിന്റെ ഹ്രസ്വനാടകമായ കുടയുടെ അവതരണത്തോടുകൂടിയാണ് ആഘോഷ പരിപാടികൾ ആരംഭിച്ചത്. ഇതൽ എന്ന പേരിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ആഘോഷങ്ങളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. കുട എന്ന നാടകം അവതരിപ്പിച്ച അബിൻ അഭിനയ മുഖ്യാതിഥിയായി. CDS മെമ്പർ മല്ലിക അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ, വാർഡ് മെമ്പർ ജയകുമാർ പൂളയ്ക്കൽ, സുഹറ ടീച്ചർ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം സിവിൽ എക്സൈസ് ഓഫീസർ ഗണേശൻ പിള്ള നയിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,945 രൂപ, സ്വർണം പവന് 71,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 108 രൂപ. ചരമം ചമ്മന്നൂർ LP സ്കൂൾ റോഡിൽ താമസിക്കുന്ന പരേതനായ പഷ്ണത്തുകായിൽ മുഹമ്മദ് കുട്ടിയുടെ മകൻ എളാട്ടയിൽ അഷ്റഫ് നിര്യാതനായ 60 വയസ്സായിരുന്നു. കബറടക്കം നടത്തി. മുഹമ്മദ് അലി, ബക്കർ, ഷെറീഫ്, റഷീദ്, സുഹറ, കുഞ്ഞുമോൾ, ഖദീജക്കുട്ടി, നഫീസക്കുട്ടി എന്നിവർ സഹോദരങ്ങളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. മാനവകുലത്തിന്റെ പാപവിമോചനത്തിനായി കാൽവറി മലയിൽ കുരിശുമരണം വരിച്ച മനുഷ്യപുത്രന്റെ ത്യാഗനിർഭരമായ സ്മരണകളിൽ ദേവാലയങ്ങളിൽ ദുഃഖവെള്ളി ആചരണം. 50 നോമ്പാചരണത്തിൽ ഓശാന ഞായറാഴ്ച മുതൽ ഉയിർപ്പ് തിരുനാൾ വരെയുള്ള വിശുദ്ധവാരത്തിലെ ഭക്തിനിർഭരവും വികാരഭരിതവുമായ തിരുക്കർമ്മങ്ങൾക്കാണ് ദുഃഖവെള്ളിയാഴ്ച ക്രൈസ്തവ സമൂഹം സാക്ഷ്യം വഹിച്ചത്. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് സെന്ററിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച അപകടം. രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസാണ് കാറിലിടിച്ചത്. വാഹനങ്ങളുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ആവേശപൂർവ്വം അണ്ടത്തോട് നേർച്ച. 2 ദിവസങ്ങളിലായി നടന്ന അണ്ടത്തോട് കൊടികുത്ത് ചന്ദനക്കുടം നേർച്ച ആഘോഷം സമാപിച്ചു. വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. ഗുരുവായൂർ ദേവസ്വത്തിന്റെ മധ്യമേഖലാ ക്ഷേത്രങ്ങൾക്കുള്ള ധനസഹായ വിതരണം ദേവസ്വം മന്ത്രി VN വാസ്തവൻ ഉദ്ഘാടനം ചെയ്തു. 662 ക്ഷേത്രങ്ങൾക്കായി നൽകിയത് 4.36 കോടിയുടെ ധനസഹായം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പിന്തുടരാം. പ്രതിദിന വാർത്തകൾ, പ്രോഗ്രാമുകളെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctv online.in. നമസ്കാരം.